ബാലയെ പോലെ തന്നെ പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് ഉദയൻ. ബാലയോടുള്ള അതേ സ്നേഹം എലിസബത്തിനോടുമുണ്ട് മലയാളികൾക്ക്. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷത്തോളമായി. ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം വേർപെടുത്തിയതിനു ശേഷം ഏറെ നാൾ ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു ബാലയുടേത്. പിന്നീട് എലിസബത്തുമായി പ്രണയത്തിലായതിനു ശേഷമാണ് പുതിയൊരു ജീവിതവും കുടുംബവുമൊക്കെ ബാല ആഗ്രഹിച്ചു തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് എലിസബത്ത്. തൻ്റെ വിശേഷങ്ങളും സന്തോഷങ്ങളുമെല്ലാം എലിസബത്ത് പങ്കുവച്ചെത്താറുണ്ട്. യൂട്യൂബ് ചാനലിലൂടെയാണ് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ഇപ്പോഴിതാ താൻ കടന്നു പോകുന്ന അവസ്ഥകളെക്കുറിച്ചും മാതാപിതാക്കളുടെ പിന്തുണയെപ്പറ്റിയും പറയുകയാണ് എലിസബത്ത്. തൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അതും വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. കുറേ മാസങ്ങളായി കമൻറ്റ് ബോക്സിലും ഇൻബോക്സിലും ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഞാൻ മനഃപൂർവ്വം അതൊക്കെ ഒഴിവാക്കി വിടാറുണ്ട്. ഒന്നിനും മറുപടി കൊടുക്കാറില്ലായിരുന്നു. പിന്നെ കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുത്തു തുടങ്ങി. കാരണം എനിക്കും അതിനുത്തരം പറയാൻ അറിയില്ലായിരുന്നു. വ്യക്തമായൊരു ഉത്തരം എനിക്കും അറിയില്ല. അതെൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് പഴയ കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയുമായി പഞ്ചുഗുസ്തി പിടിച്ച ഒരു സംഭവമുണ്ടായി. അതിന് ഞാൻ ജയിച്ചു. ഉടൻ ആ കുട്ടി എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇരുമ്പാണോ വീട്ടുകാർ കഴിക്കാൻ തരുന്നതെന്ന്, എന്ത് ശക്തിയാണെന്ന്. അന്നത് കോമഡിയായി തോന്നി. പക്ഷേ ആ സംഭവം അന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം എന്നെ വല്ല ഇരുമ്പിലുമാണോ നിർമ്മിച്ചതെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്. കാരണം കുറേ തവണയായി ഓരോ കുഴിയിലും പ്രശ്നങ്ങളിലും പെടാൻ തുടങ്ങിയിട്ട്. എന്നാൽ മൊത്തത്തിൽ രക്ഷപ്പെടുന്നുമില്ല. വലിയ കുഴപ്പമില്ലാതെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഓർക്കുമ്പോഴാണ് വീട്ടുകാർ എനിക്ക് ഇരുമ്പായിരുന്നോ കഴിക്കാൻ തന്നിരുന്നതെന്ന് ചിന്തിച്ചു പോകുന്നത്. നമ്മൾ ചില ആളുകളെ അയൺ വുമൺ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ എനിക്കും തോന്നുന്നു. ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒന്നിനെപ്പറ്റിയും വ്യക്തമായ ധാരണ എനിക്ക് കിട്ടിയില്ല. എനിക്ക് എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. എനിക്ക് ഉത്തരം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ദൈവത്തോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടത്തിവിടുന്നതെന്ന്. പക്ഷേ ഓരോ തവണ അതിലൂടെ കടന്നു പോകുമ്പോഴും വലിയ തരക്കേടില്ലാതെ ഞാൻ എണീച്ച് നിൽക്കുന്നുണ്ട്. ആ കുട്ടി ചോദിച്ചതുപോലെ ഇരുമ്പാണോ തന്നത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ പാരൻസ് എനിക്കൊരു ഇരുമ്പ് കവചം പോലെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ബാക്കി എല്ലാവർക്കും ഞാൻ നല്ലൊരു വ്യക്തിയായി നിന്നിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മകളായിരുന്നില്ല. അതിൻ്റെ ഒരു കുറ്റബോധം എനിക്കുണ്ട്. നല്ല മകളെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. അവർ പറഞ്ഞത് കേൾക്കാഞ്ഞതിൻ്റെ ഒരുപാട് കുഴപ്പങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. പക്ഷെ എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ ഒപ്പം തന്നെയാണ്. ഇനിയും എല്ലാ കാര്യത്തിലും അവർ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ എൻ്റെ കൂടെ തന്നെ നിന്നു. അതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പ്രായത്തിൽ അവരെ സംരക്ഷിക്കേണ്ടത് ഞാനാണ്. എന്നാൽ നേരെ തിരിച്ച് അവരെന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. കുറേ പോരാട്ടങ്ങൾ നടത്തി ജയിച്ച ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ നടന്ന പോരാട്ടങ്ങളിൽ എന്നെ തളർത്താൻ ആകില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഞാനും ഒരു അയൺ ലേഡിയാണ്. കാരണം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഞാൻ അതിജീവിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി. നിങ്ങൾ ഇത്രയും എന്നെ കേട്ടിരുന്നതിന് സോറി എന്നും പറഞ്ഞാണ് എലിസബത്ത് നിർത്തുന്നത്.